ഹലോ ഗൈസ്, അപ്പം ഇന്നും അതുപോലെ ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇന്ന് വലിയേരത്തെ ഇന്നൊരു അടിപൊളി ഒരു ഫിഷിംഗ് വീഡിയോ ഒക്കെ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാട്ടോ. പക്ഷേ ഇറങ്ങി നമ്മുടെ സ്പോട്ടിലെത്തി ക്യാമറ എടുത്ത് ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ക്യാമറയ്ക്കകത്ത് നമ്മുടെ മെമ്മറി കാർഡ് ഇട്ടിട്ടില്ല. അപ്പം ഞാൻ എന്നാൽ കരുതി ഓക്കെ ക്യാമറ മാറ്റി വെച്ചിട്ട് മൊബൈലിനകത്ത് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് മൊബൈലെടുത്ത് നോക്കിയപ്പോൾ മൊബൈലിനകത്ത് ചാർജില്ല. ഏകദേശം ഒരു 10-15% ചാർജ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ ഇറങ്ങിയതാണ്, പക്ഷേ നടക്കുന്ന കേസല്ല. അപ്പോൾ നമ്മുടെ സെയിം ടാക്കിൾസൊക്കെ ഇതേ കണ്ടല്ലോ, FXൻ്റെ റീലും ഡൈവേയുടെ ക്രോസ് ഫയർ റോഡും ഒക്കെ ആയിട്ട് പതുക്കെ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയതാണ്. അടിപൊളി അന്തരീക്ഷമൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് മീൻ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുകൊണ്ടൊരു അത്രയ്ക്ക് കോൺഫിഡൻറ്റ് ഉള്ളതുകൊണ്ടാണ് ക്യാമറയൊക്കെ എടുത്ത് ഇന്നൊരു കണ്ടൻറ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ഇറങ്ങിയപ്പോഴാണ് ഒരു രക്ഷയില്ല, ക്യാമറ വരെ പണി തന്നു. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജെമ്മ കേട്ടോ. ഞാനിത് വേറെ ഫ്രോഗുകളുണ്ടെങ്കിലും ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഫ്രോഗ് ഇതാട്ടോ, നമ്മുടെ റിയൽ വാരിൻ്റെ ജെം ഫ്രോഗ്. ഇതിൽ എക്സ്ട്രാ ഒരു സ്പിന്നർ കൂടെ ഒക്കെ ഇട്ട് 2 സ്പിന്നറൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ആക്ഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മീൻ ഉറപ്പായിട്ടും അടിക്കും. അതുകൂട്ടത്തെ റിസൾട്ടുള്ളൊരു ഫ്രോഗ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു മീൻ അടിച്ചിട്ട് നൂല് സഹിതം പൊട്ടിച്ചുകൊണ്ട് പോയി. അപ്പം അതിൻ്റെ ഒരു പ്രയാസത്തിൽ ഒക്കെയാണ്. കാരണം മീൻ അത്ര വലുതല്ലെങ്കിലും നമ്മുടെ ഫ്രോഗ് പോകാമെന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ള കാര്യം. അതും നല്ല റിസൾട്ടുള്ള ഫ്രോഗ്. അപ്പം മീൻ വല്ലതും കിട്ടുമെന്ന് അറിയത്തില്ല. കിട്ടുവാണെങ്കിൽ ഈ വീഡിയോ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഗൈസ്, ക്യാമറ എടുക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, മീൻ അടിക്കുന്നുള്ള പ്രതീക്ഷയോടാണ് ക്യാമറ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ക്യാമറ പണിയുന്നതുകൊണ്ട് ഈ സ്ട്രൈക്കും കാര്യങ്ങളൊന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. ദേ അടിപൊളി ഒരു വരാൽ നമുക്ക് അടിച്ചിട്ടുണ്ട്. നാടനാണോ വിയറ്റ്നാമാണോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നാടനാണ് എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പം നല്ല അടിപൊളി ഒരു വരാല കണ്ടോ, സൈസ് കണ്ടോ, അടിപൊളി വരാൽ. ദേ ഓ എന്തോ കുടച്ചില്ല, കൊള്ളാം. നല്ല ഹുക്കപ്പ് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇവിടെ സൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ട് ചാണ്, അതായത് നല്ല അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ ഒരു കൈയുടെ അത്രയും കേട്ടോ. അപ്പോൾ ഇതിനെടുത്ത് കവറിലേക്ക് മാറ്റിയിട്ട് അടുത്ത കാസ്റ്റിംഗ് തുടങ്ങാം. കഴിഞ്ഞ ദിവസം നൂല് പൊട്ടിപ്പോയതുകൊണ്ട് നൂല് ഞാൻ എടുത്ത് തിരിച്ചിട്ട് കേട്ടോ. അതായത് ഏറ്റവും അടുക്കി കിടന്ന നൂലെടുത്ത് മുകളിൽ വിട്ട് അടുക്കി കിടന്നത് റീലിൻ്റെ അടിയിലേക്കും മാറ്റി കേട്ടോ. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഹുക്കപ്പ് കൊടുക്കാം. നല്ല അടിപൊളി ഒരു വരാൽ. അടിച്ചത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ പീക്ക് എന്ന് പറയുന്നൊരു ഫ്രോഗ് കേട്ടോ. പീക്ക് 9 ഗ്രാം വരുന്ന പീക്ക്. നല്ല ചെറിയൊരു കുഞ്ഞൻ ഫ്രോഗ് ഇത്തരം അടിച്ചു കേട്ടോ.